എല്ലാവർക്കും ലൈഫ് ടൈം ജെംസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നൊരു ഈവനിങ് സ്നാക്കാണ് ഏലാഞ്ചി. നമ്മളെ മലബാറുകാരുടെ ഒരു ഇഷ്ട വിഭവമാണ് ഏലാഞ്ചി കേട്ടോ. അപ്പോൾ അത് നമ്മളെങ്ങനെയാണ് ഉണ്ടാക്കാമെന്നൊന്ന് നമുക്ക് നോക്കി വരാം. ഇതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷനാണ് കേട്ടോ കട്ടൻ ചായ. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എടുക്കുക. ആദ്യം നമുക്ക് 2 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കണം. പിന്നെ അതിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ആദ്യം ചേർത്ത് കൊടുക്കുക. മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. കാരണം അധികം ലൂസാവാനും പാടില്ല. അധികം കട്ട കെട്ടിയാൽ നമുക്ക് കുറച്ച് ലൂസാക്കാം, പക്ഷേ വെള്ളം അധികമായാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമുക്കിതിനെ യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒരു വിസ്ക് വെച്ച് യോജിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് മിക്സായി കിട്ടും. കട്ട കെട്ടാതെ തന്നെ ഇതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണേ. കളറ് കിട്ടാൻ വേണ്ടിയിട്ട് സ്പൂണ് വെച്ച് ആക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഇങ്ങനെ ഒരു വിസ്ക് വെച്ചിട്ട് ആക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണേ. അത് ഉണ്ടോ, നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഈ ഒരു ലൂസിലാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിവിടെ മാറ്റി വയ്ക്കുക. പിന്നെ ഇതിലേക്ക് തേങ്ങയും കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് ബദാമൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തത്, പിന്നെ ഏലക്ക പൊടിച്ചതാണ്. ഇത് പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചതാണ്. പിന്നെ പഞ്ചസാര, നെയ്യ് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഒന്ന് ലൈറ്റായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ആദ്യം അതിലേക്ക് ബദാം ചേർത്ത് കൊടുത്ത്, പിന്നെ അണ്ടിപ്പരിപ്പ് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഇനി ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. തേങ്ങ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്തത്. അതിൽ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കുക. ഇതൊരു പാകമായിട്ടുള്ളൊരു മധുരമായിരിക്കും. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഇത് പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരും. നമുക്കിത് തേങ്ങയും പഞ്ചസാരയും മാത്രം ചേർത്തിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഈ ദോശേൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 2 കയ്യിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അതിനെ ചുറ്റിയെടുക്കുക. ഇതൊന്നായി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ആ ഭാഗം ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മിക്സില്ലേ, തേങ്ങേൻ്റെ മിക്സ് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക.
2 ടീസ്പൂൺ ചേർത്തിട്ട് നമുക്കിതിനെ ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ. മൈദ ആയതുകൊണ്ട് പെട്ടെന്ന് മടങ്ങി എന്താ പറയുക, നന്നായിട്ട് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് മടക്കിയാൽ അവിടെ നന്നായിട്ട് നിന്നോളും. അങ്ങനെ നമ്മളെല്ലാം ഇതും ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വൈകുന്നേരം നമുക്ക് സ്നാക്കായിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ നമ്മളെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ബൈ.